സമസ്ത കേരള ജമിയത്തുലമയുടെ ബഹുമാനമുള്ള നേതാക്കന്മാരും മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും പ്രത്യേകിച്ച് ഈ ഇരിക്കുന്നവരൊക്കെ കൂടിയിട്ട് എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടി പല വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. അത് പൊതുവെ ഒരു വലിയ കുടുംബങ്ങളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, പല സ്വലച്ചേർച്ച കുറവോ അതല്ലെങ്കിൽ ചില്ലറ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു തീർക്കൽ പഴയ കാലം മുതലുള്ളൊരു കളിയാണ്, അവിടെ തുടങ്ങിയതല്ല. മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ശംസുലുമാനുള്ള കാലം മുതൽ, പണ്ഡിതുസ്താദുള്ള കാലം മുതലൊക്കെ ഈ സംഭവങ്ങളുണ്ട്. ഒന്നിച്ചു കൂടൽ, ഇനി ഒരു പ്രശ്നമില്ലെങ്കിലും ഒന്നിച്ചു കൂടലുണ്ട്. അങ്ങനെ ഒന്നിച്ചു കൂടി ഇന്ന് സൗഹാർദ്ദം ഒന്ന് പുതുക്കി പോവുക, അത് അണികളിൽ ഒരു ഈ സംഘടന സംബന്ധിച്ചുള്ളൊരു വിശ്വാസവും ഈ കെട്ടുറപ്പൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ട്. പൂക്കോടൻ ലോഡ്ജിൽ ഇരുന്നിട്ടുണ്ട്. നമ്മളെ കോഴിക്കോട് എന്താണ് ഹൈസന, അവിടെ ഞങ്ങൾ 4-5 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്നിച്ച് പല പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെ കുറേ ആൾ 2 വിഭാഗം എന്ന് പറഞ്ഞത് സമസ്തയിലില്ല. അത് അങ്ങനെ മനസ്സിലാക്കേണ്ടത് തെറ്റാണ്. അപ്പോൾ പരസ്പരം അങ്ങും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ പിന്നെ പ്രവർത്തകരും നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ബഹുമാനപ്പെട്ട തങ്ങളുടെയും കുഞ്ഞാടി സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സമസ്തനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം ഡി സാഹിബിൻ്റെ നേതൃത്വത്തിൽ അവരെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സന്ദർഭം ഒരുക്കിയതായിരുന്നു. അത് ഇന്ന് ചില വിഭാഗങ്ങൾക്ക്, ചില ആളുകൾക്ക് വരാനെന്താ ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളത് നീട്ടിവെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് അത് നടക്കുകയും ചെയ്യും. അങ്ങനെ സമസ്ത കേരള ജമിയത്തുലമയും മുസ്ലിം ലീഗൊക്കെ പഴയ കാലത്തുള്ളതുപോലെ ഒറ്റക്കെട്ടായിട്ട് യാതൊരു നിലക്കുള്ള ഭിന്നിപ്പില്ലാതെ ഒന്നിച്ചു പോവുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അത് ഈ മഹാന്മാരാവുന്ന നേതാക്കന്മാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ടിട്ട് ഞാൻ പറയാണ്. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ചരിത്രം അങ്ങനെയുള്ളത്. അതൊക്കെ അതേപോലെ തന്നെ നടക്കും, അതേപോലെ തന്നെ മുന്നോട്ട് പോകും.